ബിഗ് ബോസ് സീസൺ 7-ൽ അനീഷ് ആണ് കോർണറായിട്ടുള്ള എത്തിയ മത്സരാർത്ഥി. സ്ത്രീവിരുദ്ധൻ എന്ന ടാഗോടെയാണ് അനീഷ് ഹൗസിലേക്ക് കയറിയത്. എന്തായാലും വന്ന ദിവസം മുതൽ തന്നെ തൻ്റെ പേര് ഹൗസിനുള്ളിൽ പുറത്തും ഒരുപോലെ ചർച്ചയാക്കാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട്. കാരണം ആദ്യ ആഴ്ചയിൽ ഹൗസ് ക്യാപ്റ്റൻ പദവിയും സ്വന്തമാക്കിയിരിക്കുകയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഹൗസിൽ വലിയ പോരിന് കാരണമായ രേണുവിൻ്റെ തലവേദന പ്രശ്നത്തിലും അനീഷ് ഇടപെട്ടിട്ടുണ്ട്. ഹൗസ് ഒന്നടങ്കം രേണുവിനെതിരെ നിന്നപ്പോൾ അനീഷ് രേണുവിനെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇതെന്നാണ് ബിഗ് ബോസ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഇതിനൊക്കെ ബിഗ് ബോസ് ഗ്രൂപ്പുകൾ ഒന്നിൽ സ്മൃതി ലാൽ എന്ന ആരാധക പങ്കിട്ട ഒരു കുറിപ്പാണ് വൈറലാവുന്നത്. കോമണർ അനീഷ് ഒരു റോബിൻ രാധാകൃഷ്ണൻ ഫാനാണ്. റോബിൻ്റെ റീൽസ് റിമിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. റോബിൻ ഹൗസിൽ എടുത്ത അതേ സ്ട്രാറ്റജിയാണ് അനീഷും ഹൗസിൽ കളിച്ചു. രജിത്ത് തുടങ്ങി വെച്ച അതേ സ്ട്രാറ്റജി കാണുന്ന പ്രേക്ഷകർ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഗെയിം സ്ട്രാറ്റജിയാണ്. രേണുസുതിയുടെ പുറത്തുള്ള സപ്പോർട്ട് മനസ്സിലാക്കി രേണുവിനെയും കൂടെ കൂട്ടിയുള്ള ഗെയിമാണ് ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് തലവേദന പ്രശ്നത്തിൽ പൂർണ്ണമായി ഷാനവാസിനെ ഒഴിവാക്കി ബിഗ് ബോസിനോട് പറഞ്ഞത്. എന്തായാലും അനീഷിൻ്റെ പ്ലാനും സ്ട്രാറ്റജിയുമൊക്കെ കൊള്ളാം. പക്ഷേ അത് കാണുന്ന പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് ആണ് കാര്യം. എന്തായാലും ഈ വർഷത്തെ കോമണർ കൊള്ളാമെന്നാണ് പറയപ്പെടുന്നത്. ഇറിറ്റേറ്റിംഗ് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും കാണാൻ രസമുണ്ടെന്നും പിന്നെ ഷാനവാസ്, അക്ബർ ഖാൻ, അഭിലാഷ്, അപ്പാൻ ഇവരൊക്കെ കൊള്ളാം. സ്ത്രീകൾ ആർക്കും അത്ര ഫയർ കാണുന്നില്ല. വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന് നോക്കാമെന്നാണ് കുറിപ്പിൽ കാണുന്നത്. ഇതുപോലെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ.